എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് നമ്മുടെ സിറ്റിയിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റോഡുകളിൽ ഗ്രിപ്പ് പോലെ എന്തോ ഒരു സംവിധാനം. എനിക്കും ആദ്യം അത്ഭുതം തോന്നി, ഇതെന്തുവാ സംഭവം. അതിലൂടെ ഇരുചക്ര വാഹനക്കാർ യാത്ര ചെയ്യുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇത് ഗ്രിപ്പല്ല, മില്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇത് സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഒരുപാട് നാളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നഗരത്തിലെ സുപ്രധാന റോഡുകളിൽ പരുക്കൻ ഉപരിതലം കണ്ട് ഇതെന്താണ് സംഭവം എന്നറിയാതെ യാത്രക്കാർ അമ്പരക്കുകയാണ്. ഗ്രിപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. വാഹനയാത്ര സുഖകരമല്ലാത്ത പ്രദേശങ്ങളിൽ ടാർ ചെയ്യുന്നതിന് മുന്നോടിയായി പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന മില്ലിംഗ് എന്ന റോഡ് കീറലാണ് ഇത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച റോഡുകളിൽ 6 മാസം കൂടുമ്പോൾ നടത്തുന്ന പരിശോധനയും റീടാറിങ്ങുമാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. ഇങ്ങനെ തിരുവനന്തപുരത്ത് 42 കിലോമീറ്ററും കോഴിക്കോട് 22 കിലോമീറ്ററും റോഡുകളാണുള്ളത്. കരാറുകാരൻ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി റോഡ് പൂർത്തിയാക്കുകയും വർഷം തോറും കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി പണം പലിശ സഹിതം തിരികെ ലഭിക്കുകയും 15 വർഷം കഴിയുമ്പോൾ റോഡ് ഫണ്ട് ബോർഡിന് കൈമാറുകയും ചെയ്യുന്നതാണ് പരിപാടി. സ്വതന്ത്ര ഏജൻസി 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുകയും റോഡിൻ്റെ ഉപരിതലത്തിൻ്റെ ഉയരം, യാത്രാസുഖം, മറ്റു കുണ്ടും കുഴികൾ എന്നിവ പരിശോധിക്കുകയും ടാർ ചെയ്ത് റോഡ് ഉയർത്താതെ മില്ലിംഗ് നടത്തി റോഡ് കീറി ഉയരം ക്രമീകരിച്ച് ടാർ ഇടുന്നതാണ് ഇതിൻ്റെ രീതി. തിരുവനന്തപുരം സിറ്റിയിൽ 14 കിലോമീറ്റർ റോഡാണ് ഇത്തരത്തിലുള്ളത്. ഈ പണിയുടെ വേഗത കുറയുന്നത് കാരണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ ബുദ്ധിമുട്ടിലാകുന്നുമുണ്ട്. ഒരു വശത്ത് സ്മാർട്ട് റോഡ് നിർമ്മാണവും കൂടിയായപ്പോൾ യാത്രാ ദുരിതം കൂടുന്നു. കവടിയാർ മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം LMS, അയ്യൻകാളി ഹാൾ ജംഗ്ഷൻ, പഞ്ചാപുര ആശാൻ സ്ക്വയർ, കേരള യൂണിവേഴ്സിറ്റി, ചാക്ക, വാൻറോസ്-പ്രസ് ക്ലബ് റോഡ്, EnchakkalSreekanteswaram, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ മില്ലിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി TRDC ആണ് ഇതിൻ്റെ മേൽനോട്ടം നടത്തുന്നത്. ഇത് യഥാസമയത്ത് പൂർത്തിയാക്കാത്തതിനാൽ അവർക്ക് ലഭിക്കേണ്ട പണം തടഞ്ഞു വച്ചിരിക്കുകയാണ്. 2016-ലും 2017-ലുമായി നടത്തിയ ബമ്പ് ഇൻ്റഗ്രേറ്റർ അഥവാ BI പരിശോധനയിലാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ പുനർനിർമ്മാണം നടത്തണമെന്ന് കണ്ടുപിടിച്ചത്. പണി വേഗത്തിലാക്കാൻ PWയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പണി ഇഴയുന്നത് കാരണം നൽകേണ്ട തുക പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ ഇത് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനിടയിൽ വില്ലനായി വരുന്ന മഴ വലിയ പ്രതിസന്ധിയാണ് ഈ പണിക്ക് ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയായാലും റോഡിലെ ഗ്രിപ്പ് കണ്ട് അമ്പരന്ന യാത്രക്കാർക്ക് ഇതെന്തായാലും ശരി, എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി എന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.